എല്ലാവർക്കും ഒരു അഭിപ്രായമുണ്ട്. അതായത് SI ആണെങ്കിൽ ഒരു സ്ഥലത്ത് പോലും ടോവിനോ ഇല്ല. അതായത് ഈ പറഞ്ഞ പോലെ ഓരോ സിനിമ കഴിയുന്നവരും ടോവിനോയ്ക്ക് സംഭവിക്കുന്ന റിഫൈൻമെന്റുകളെ കുറിച്ചിട്ട് ഇന്നലെ ഒരുപാട് കുറിപ്പുകൾ ഉണ്ടായിരുന്നു. കണ്ടവർക്ക് എല്ലാവർക്കും അത് അഭിപ്രായമുണ്ട്. അപ്പൊ ടോവിനോ എടുക്കുന്ന എഫേർട്ടുകളൊക്കെ പ്രേക്ഷകർക്ക് കണക്ട് ആവുന്നുണ്ട്. അതിനുള്ള ഒരു എക്സൈറ്റ്മെന്റ് എന്താണ്? കൂടുതൽ എഫേർട്ട് എടുക്കാനുള്ള പ്രോത്സാഹനമാണ് നമ്മൾ എടുക്കുന്ന എഫേർട്ട്. ആൾക്കാർക്ക് വർക്കാവുന്നുണ്ടെങ്കിൽ കൂടുതൽ എഫേർട്ട് എടുക്കാനുള്ള പ്രോത്സാഹനമാണ് തീർച്ചയായിട്ടും. എനിക്കതിനേക്കാളും ഒരുപാട് സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ പടം ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ചെയ്തത്. റിലീസിന്റെ തലേദിവസം നമ്മളങ്ങനെ ഭയങ്കര ടെൻഷൻ അടിച്ചൊന്നും അല്ല ഇരുന്നത്. ഞങ്ങൾ വളരെ കാഷ്വൽ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത്. കാര്യം ഞങ്ങൾക്ക് ചെയ്തു വെച്ചിട്ടുള്ള പടത്തിലൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എന്നാൽ അത് ഇപ്പോഴത്തെ കാലത്ത് ഈ പറയുന്ന പോലെ ഭയങ്കരമായിട്ടുള്ള മാസ് ഇലവേഷൻ സീനുകളോ അങ്ങനെ പറയേണ്ട ഒരു കഥയാണ് ഇതെന്ന് തോന്നിയിട്ടുമില്ലായിരുന്നു. അപ്പൊ ഞങ്ങൾ ഉദ്ദേശിച്ചത് എങ്ങനെയാണോ അതേപോലെ തന്നെ പ്രേക്ഷകർക്ക് അത് മനസ്സിലാവുകയും അവർക്ക് അതേ രീതിയിൽ തന്നെ ഈ സിനിമയെ സ്നേഹിക്കാനും പറ്റി എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയാ, കുറച്ച് സ്ലോ ആയി പോയാലൊക്കെ പ്രകൃതി പടം എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് പറഞ്ഞോലെ സോപ്പോൾ അതുപോലെ ഒന്നും അല്ലാതെ പ്രകൃതി പടമാണോ അല്ലെങ്കിൽ ഈ മാസ് മസാല എന്റർടൈനർ ആണോ എന്തോ ആണോ, സിനിമ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടാൽ അത് നല്ല സിനിമയും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് മോശം സിനിമയും അത്രയും. അല്ലാതെ ഇതിന്റെ വേറെ ക്ലാസിഫിക്കേഷനുകളെക്കാളൊക്കെ ഞാൻ കാണുന്നത് അങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഭയങ്കര സന്തോഷമാണ് ഇതിനെ ഈ സിനിമ എങ്ങനെയാണോ അങ്ങനെ ഈ സിനിമയെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഇവിടുത്തെ പ്രേക്ഷകർക്ക് ആ സിനിമയെ ഇഷ്ടപ്പെടാൻ പ്രേക്ഷകർക്ക് പറ്റി എന്ന് പറയുന്നത് വലിയ പ്രതീക്ഷയാണ്. ഞങ്ങൾക്ക് ഇനി അങ്ങനെ ഒരുപാട് ഗിമ്മിക്കുകളെയോ അല്ലെങ്കിൽ ഭയങ്കര അങ്ങനെ സിനിമാറ്റിക് മാസ് എലിവേഷൻ പരിപാടികളും ഇല്ലാതെയും ഇവിടെ സിനിമകൾ മുന്നോട്ട് പോകാം. നമുക്ക് ഇഷ്ടമുള്ള പോലത്തെ വേറെയും സിനിമകൾ ചെയ്യാം, പലതരം സിനിമകൾ ചെയ്യാം എന്നുള്ളതിന്റെ പ്രേക്ഷകരുടെ ഭാഗത്തുനിന്നുള്ള ഒരു എന്താ പറയുക അഷ്വറൻസ് ആണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഞാൻ ഏതോ ഒരു റൈറ്റപ്പിൽ ഈ സിനിമയുടെ റൈറ്റപ്പിൽ ഒരു വരി എനിക്ക് ഈ സിനിമയ്ക്ക് പറ്റിയ ആപ്റ്റ് ആയിട്ടുള്ളൊരു വരിയായിട്ട് തോന്നി. അങ്ങനെ സൈക്കോ കില്ലറോ വലിയ രക്തച്ചൊരിച്ചിലോ ഇതൊന്നും മോശമാണെന്നല്ല, ഇതൊക്കെ ഞാനും ചെയ്തിട്ടുള്ള സിനിമകളിലൊക്കെ ഉണ്ട്, അതൊന്നും മോശമല്ല. പക്ഷെ അടുപ്പിച്ച് കുറച്ചെണ്ണം കാണുമ്പോൾ രക്തച്ചൊരിച്ചിലോ അല്ലെങ്കിൽ സൈക്കോ കില്ലറോ ഒന്നും ഇല്ലാത്ത ഒരു സിനിമ, ഒരു ത്രില്ലർ സിനിമ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത്, ഇന്നലെ ഞാൻ പത്മ തിയേറ്ററിൽ ഷോയ്ക്ക് ഉച്ചയ്ക്ക് 12 മണി ഷോ കഴിയാൻ നേരം ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ഞാൻ കൂടുതൽ കണ്ടത് ഫാമിലീസിനെയാണ്. അപ്പൊ ആ ഫാമിലീസിനെ ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ അവരോട് ഞാൻ ചോദിക്കുന്നത് 2ാം ഭാഗം ഉണ്ടോ എന്നുള്ളതാണ്. 2ാം ഭാഗം ഉണ്ടോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം. പക്ഷെ ഞാൻ പറയണെന്ന് വെച്ചാൽ എവിടെയോ ഈ ക്യാരക്ടേഴ്സിനോട് കണക്ട് ചെയ്യാനും എന്നാ ഈ പറയുന്ന ഭയങ്കര രക്തചൊരിച്ചിലൊന്നും ഇല്ലാതെ എൻജോയ് ചെയ്യാനും ഫാമിലീസിന് ഇഷ്ടപ്പെടുന്ന ഒരു ത്രില്ലർ സിനിമ എന്ന് പറയുന്നത് കുറെ നാളെയല്ലേ. നമ്മളിപ്പോ ഞാനാണെങ്കിലും ഒരു ത്രില്ലർ സിനിമ എന്ന് പറയുമ്പോഴോ ഒക്കെ വയലൻസിനെ മാറ്റി നിർത്താനൊക്കെയായിട്ട് ഭയങ്കര പാടാണല്ലോ. പക്ഷെ ഇത് അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരു ത്രില്ലർ സിനിമ ഫാമിലിക്ക് കാണാൻ പറ്റുന്നത് എന്നുള്ള അർത്ഥത്തിൽ പറയുമ്പോൾ ഇതിന്റെ ഈ സിനിമയുടെ പ്രേക്ഷകരെന്ന് ഞങ്ങൾ കരുതിയതിനേക്കാൾ ഒരു വലിയ സ്പെക്ട്രം കൂടെ ഓപ്പൺ ആയതുപോലെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഒരുപാട് സന്തോഷം. റെസ്പോൺസിബിൾ ആണ് എപ്പോഴും. കാര്യം സിനിമയിൽ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ആ റെസ്പോൺസിബിലിറ്റി കാണിക്കണ്ടേ. നമ്മൾ സിനിമയിൽ നിലനിൽക്കാൻ വേണ്ടി മാത്രമല്ല, നമുക്ക് എന്തെങ്കിലും സിനിമയിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ തിരിച്ച് നമ്മുടെ ഭാഗത്ത് നിന്ന് ആ റെസ്പോൺസിബിലിറ്റി കാണിക്കണ്ടേ. നമ്മുടെ സിനിമകൾ കാണാനായിട്ട് കൂടുതൽ ആൾക്കാർ തിയേറ്ററിലേക്ക് വരുന്ന സമയത്ത് അടുത്ത തവണ വരുന്ന ആൾക്കാർക്ക് നമുക്ക് ഇതുവരെ ചെയ്തിട്ടുള്ളതിനേക്കാളും ബെറ്റർ ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ആ ഒരു റെസ്പോൺസിബിലിറ്റി എന്തായാലും നമ്മുടെ മനസ്സിൽ എപ്പോഴും ചിന്തയിൽ. എനിക്കൊന്നും മിക്കവാറും എല്ലാ കലാകാരന്മാരുടെയും മനസ്സിൽ, അല്ലെങ്കിൽ കലാകാരിമാരുടെയും ജസ്റ്റ് മിസ് ഞാൻ എല്ലാവരുടെയും മനസ്സിൽ കലയുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും മനസ്സിലുണ്ടാവുന്നതാണ് തോന്നുന്നത്. കൂടുതൽ വീഡിയോസിനായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.